നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ സാക്ഷികളുടെ രഹസ്യമൊഴിയെടുക്കാൻ തീരുമാനമായി. 8 സാക്ഷികളുടെ രഹസ്യമൊഴിയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തുക. സാക്ഷികൾ കൂറുമാറാതിരിക്കാനാണ് പോലീസ് നീക്കം. സാക്ഷികളുടെ മൊബൈൽ ലൊക്കേഷൻ അടക്കം പോലീസ് ശേഖരിച്ചു. VS ഗോകുൽ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനമായിരിക്കുന്നു. ഇപ്പം അങ്ങനെ ഒരു സംശയം എന്തുകൊണ്ടാണ്? ഈ ഒരുപക്ഷെ കൂറുമാറിയേക്കും ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കേസിലൊക്കെ അങ്ങനെ കൂറുമാറാനുള്ള സാധ്യതയുണ്ടോ ഗോകുൽ? അതായത് പോലീസിന് മുന്നിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ പ്രമാദമായ ഒരു കേസാണ്, വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസാണ്. അപ്പോൾ കോടതിയിൽ പോകുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ സാക്ഷികൾ കൂറുമാറിയാൽ കേസിനെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ടാണ് ഈ സാക്ഷികളുടെ രഹസ്യമൊഴിയെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് പോകുന്നത്. കാരണം ഈ ചെന്താമരയുമായി ബന്ധപ്പെട്ട ആൾ താമസിക്കുന്ന അടുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഈ സാക്ഷികൾ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഭയപ്പെട്ടോ മറ്റോ കൂറുമാറാനുള്ളൊരു സാധ്യത കോടതിയിലെത്തുമ്പോൾ ഉള്ളൊരു സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നു. അതിന്റെ ഭാഗമായാണ് രഹസ്യമൊഴിയെടുക്കാൻ കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയത്. ഈ മാസം അവസാനം തന്നെ ഇവരുടെ 8 സാക്ഷികളുടെ രഹസ്യമൊഴികൾ രേഖപ്പെടുത്തും. കാരണം അത് വളരെ പ്രധാനപ്പെട്ട കേസിന്റെ നിർണായകമായ സാക്ഷികളാണ് 8 പേരും. ചെന്താമര വെട്ടുന്നത് കണ്ട സാക്ഷികളുണ്ട്, അങ്ങനെയുള്ള നിരവധി സാക്ഷികളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ രഹസ്യമൊഴി എടുത്താൽ അത് സ്വാഭാവികമായും സുരക്ഷിതമാകും, പിന്നീട് കൂറുമാറ്റം ഉണ്ടാകില്ല, അത് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസം അവസാനത്തോടു കൂടി തന്നെ 8 സാക്ഷികളുടെയും രഹസ്യമൊഴികൾ രേഖപ്പെടുത്തും. കാരണം ഈ ഒരു പക്ഷേ വിചാരണ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ കൂറുമാറിയാൽ അത് വലിയ നാണക്കേടാണ് പോലീസിനുണ്ടാക്കുക, പ്രോസിക്യൂഷൻ ഉണ്ടാക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു മുഴം മുൻപേ എന്നുള്ള നിലയിൽ തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്.